എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച വാങ്ങാൻ പറ്റുന്ന കുറച്ച് സ്റ്റോക്സുകളാണ്. അതിലാദ്യം വരുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സൺ ഫാർമ അഡ്വാൻസ്ഡ് റിസർച്ച് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. SPARC എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 219 രൂപയാണ്. നമുക്കിതിൻ്റെ വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഏകദേശം നല്ലൊരു ഡിസ്കൗണ്ട് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു റിവേഴ്സൽ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് 200-219 ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻ കേസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ പോലും നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, അറൗണ്ട് 181 200 ആ ഒരു റേഞ്ചിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതുമല്ല നമുക്ക് അടുത്ത ആഴ്ച തന്നെ മാർക്കറ്റ് പ്രൈസിൽ ബൈ ചെയ്യാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ബൈ ചെയ്യാം. അപ്പോൾ എല്ലാ ടൈമും നമുക്ക് ഈ OBയിലേക്ക് അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്കിലേക്ക് എത്തണമെന്നില്ല. മേ ബി ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്ത ശേഷം ഒന്ന് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു FEG എന്ന് പറയുന്ന ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ എവിടെയും കാണുന്നില്ല. സോ മാർക്കറ്റ് ഈ ഒരു OBയിൽ ടച്ച് ചെയ്യാതെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞത്. ഓക്കെ, SPARC എന്ന് പറയുന്ന സ്റ്റോക്ക്, സൺ ഫാർമ എന്ന് പറയുന്ന സ്റ്റോക്ക്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് TV18 ബ്രോഡ്കാസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൽ BSE സ്റ്റോക്ക് അതുപോലെ തന്നെ NSE സ്റ്റോക്കും ഉണ്ട്. നമ്മൾ BSE സ്റ്റോക്ക് നോക്കുന്ന സമയത്താണ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. ഇതൊരു വീക്ക്ലി ക്യാൻഡിലാണ്. നമ്മൾ ഡെയിലി ക്യാൻഡിൽ എന്ന രീതിയിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഡൗൺ ട്രെൻഡിനെയാണ് വന്നിരിക്കുന്നത്. വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം മാർക്കറ്റ് തിരിച്ച് ആ ഒരു OBയിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 42 രൂപ 22 പൈസ എന്ന് പറയുന്ന ആ ഒരു റേഞ്ചാണ്. മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സൽ എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇൻ കേസ് നമുക്ക് ഇവിടെയുള്ള ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വന്ന ശേഷം ഈ ഒരു OBയിലേക്ക് ടച്ച് ചെയ്ത് മാർക്കറ്റ് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് മാർക്കറ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്നും വാങ്ങാനുള്ള പോസിബിലിറ്റിയാണ്. താഴേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവറേജ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് 28 രൂപ 30 രൂപ ആ ഒരു റേഞ്ചിൽ വരുന്ന സമയത്ത് വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് ഇവിടെ വേണമെങ്കിൽ ആവറേജ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു പെർസെൻറ്റേജ് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഡെയിലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് ഒരു ഹാമർ പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബേസിക് വീഡിയോസിൽ പറയുന്നത് പോലെ ഹാമർ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ തുടക്കം എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ആ ഒരു പാറ്റേൺ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരു സ്വിംഗ് ട്രേഡ് ആയതുകൊണ്ട് നമുക്ക് റിസ്ക് എന്ന് പറയുന്നത് വലിയൊരു റിസ്ക് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് തീർച്ചയായിട്ടും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിൽ നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ് TV18 ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. മൂന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് MMTC എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. സോ ഇതും ഒരു നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു പുൾ ബാക്ക് എന്ന രീതിയിൽ തന്നിട്ട് വീണ്ടും മാർക്കറ്റ് ആ ഒരു ബൈയിങ് റേഞ്ച് എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ഡൗണിൽ നിന്ന് ഈ ഒരു ഹൈയിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു സ്വീറ്റ് സ്പോട്ടിലേക്ക് മാർക്കറ്റ് വന്നിട്ടാണ് മുകളിലേക്ക് കയറിയിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. മേ ബി ഡോജി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു മാർക്കറ്റ് റിവേഴ്സലിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ബൈയിങ് റേഞ്ചാണ്. ഇൻ കേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി ഡൗൺ ആവുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് എത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഓക്കെ, ഇവിടെ നിന്ന് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു റേഞ്ചിലേക്ക് വരികയാണെങ്കിൽ പോലും നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ റേഞ്ച് നോക്കി വെക്കുക. ഏകദേശം ഒരു 50 രൂപയും 55 രൂപയുടെ ഇടയിൽ വരികയാണെങ്കിൽ നമുക്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. സോ ഇതും നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്ന ഒരു സ്റ്റോക്കാണ് MMTC എന്ന് പറയുന്ന സ്റ്റോക്ക്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള 3 സ്റ്റോക്കുകളും മാർക്കറ്റ് ക്യാപ്പ് വെച്ച് നോക്കുന്ന സമയത്ത് മോർ ദാൻ 1000 CR മുകളിലുള്ള സ്റ്റോക്കുകളാണ്. നാലാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് BLSE സർവീസ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഡെയിലി ക്യാൻഡിൽ എന്ന് നോക്കുന്ന സമയത്ത് നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തു, അതുപോലെ ഈ ഒരു ലിക്വിഡിറ്റിയും ടേക്ക് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്കാണ്. ഓക്കെ, ഇനിയൊരു ഡൗൺ ട്രെൻഡ് വരികയാണെങ്കിൽ പോലും ഇതിപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയ ശേഷം മാർക്കറ്റ് ഒന്ന് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോയിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊരു ഇവിടെ നോക്കുന്ന സമയത്ത് ഈ ഒരു 50% ഇവിടെ എത്തിയിട്ടുണ്ട്. സോ അതേ രീതിയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് മാർക്കറ്റ് ആ ഒരു 50% എന്ന രീതിയിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു 10% അച്ചീവബിൾ ആണ്. ഓക്കെ, ആ ഒരു രീതിക്ക് നമുക്ക് നോക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് ഒരു CH എന്ന് പറയുന്ന ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് മാറുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്നും ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോയി ഇവിടെയുള്ള ലിക്വിഡിറ്റി, ഈ ഒരു ലിക്വിഡിറ്റി, അതുപോലെ ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം ടേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് BLS സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഗുജറാത്ത് ടൂൾ റൂം ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു BSE സ്റ്റോക്കാണ്. ഓക്കെ, ഇതും നല്ല രീതിയിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് ആയ സ്റ്റോക്കാണ്. വീക്ക്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വീക്ക് ഈ ഒരു സ്ഥലത്തെത്തി തിരിച്ച് റിവേഴ്സൽ ആവാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 26 രൂപയാണ്. നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് വന്നാൽ പോലും നമുക്കൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഏകദേശം 10 രൂപയും 15 രൂപയുടെ ഇടയിൽ വന്നാൽ പോലും ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ന്യൂസ് കേട്ടത് ഏകദേശം 290 ബില്യൺ ഓർഡേഴ്സ് ഈ ഒരു കമ്പനിയിൽ നിന്നും റിലയൻസ് ഇൻഡസ്ട്രീസ് ഓർഡേഴ്സ് വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് ഓർഡേഴ്സാണെന്നുള്ളത് അറിയില്ല. ഈ ഒരു കമ്പനി ശരിക്കും കൺസ്യൂമർ ഡ്യൂറബിൾസ്, അതുപോലെ കൺസ്ട്രക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് എന്ന രീതിയിൽ പോകുന്ന കമ്പനിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓർഡർ റിലയൻസ് ഇൻഡസ്ട്രീസ് വാങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകാനുള്ളൊരു പോസിബിലിറ്റിയും കൂടി ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഗുജറാത്ത് ടൂൾ റൂം ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്ക് കൂടി നിങ്ങൾക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് തിരിച്ച് ആ ഒരു എന്താ പറയുക റിവേഴ്സൽ കാണിക്കുന്നുണ്ടോ എന്നും കൂടി നോക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത ആഴ്ച ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ ചെയ്യാം. അല്ലെങ്കിൽ വരുന്ന ആഴ്ച മാർക്കറ്റ് പ്രൈസിലേക്ക് ബൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. ഓക്കെ, കാരണം ഇത് ഓൾറെഡി ഒരു 50% താഴെ നമുക്ക് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞു. ഇത് നല്ലൊരു പുള്ളിങ് ആണ് ഇവിടെ നിന്ന്. ഓക്കെ, ഒരു എന്താ പറയുക, ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലാതെ വേറെ ഒരു റെഡ് ക്യാൻഡിൽ പോലും ഇവിടെ ഫോം ചെയ്തിട്ടില്ല. ഓക്കെ, ഇത് നല്ലൊരു പുള്ളിങ് ആണ്. സോ ഇവിടെ മാർക്കറ്റ് ഓർഡേഴ്സ് അല്ലെങ്കിൽ ബിഗ് പ്ലെയേഴ്സ് ഇവിടെ ഓർഡേഴ്സ് ഫില്ല് ചെയ്തുകൊണ്ടാണ് ഇത്രയും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. സോ ആ ഒരു രീതിക്ക് മാർക്കറ്റ് തിരിച്ചൊരു 60% താഴെ നമുക്ക് റീട്രേസ്മെൻറ്റ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് ഈ ഒരു പ്ലേസിൽ നിന്നും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് വന്നിട്ട് തിരിച്ച് കയറാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് വോഡാഫോൺ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നൊരു സ്റ്റോക്കാണ്. ഓക്കെ, ഇതിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 12 രൂപ 70 പൈസയാണ്. ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാനുള്ള കാരണം ഇതിൻ്റെ മന്ത്ലി ക്യാൻഡിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക, ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നൽകി അവിടുന്ന് ഒരു ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി, വീണ്ടും ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക് കയറി, തിരിച്ച് ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് വന്നിട്ട് വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറി തിരിച്ച് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി മേ ബി താഴേക്ക് വരികയാണെങ്കിൽ പോലും നമുക്കിതൊരു ലോങ് ടേം എന്ന രീതിയിൽ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ലൈക്ക് ഇതൊരു മാർക്കറ്റ് ഈ ഒരു പാറ്റേണിൽ മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊരു 50 രൂപ അല്ലെങ്കിൽ ഒരു 80 രൂപയിലേക്ക് എത്തിയ സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് 10 രൂപ അല്ലെങ്കിൽ 12 രൂപ ആ ഒരു റേഞ്ചിൽ വാങ്ങിയിരുന്നെങ്കിൽ എന്ന് അന്ന് ആലോചിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് നമുക്ക് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ലോങ് ടേം എന്ന രീതിയിലേക്ക്
ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങുന്നത്. ഇൻ കേസ് 12 രൂപ എന്നൊരു പറയുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നും ഇനി 10 രൂപയിലേക്ക് അല്ലെങ്കിൽ 6 രൂപയിലേക്ക് എത്തിയാൽ പോലും ഇതൊരു നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ്. മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡിൽ നിന്നിട്ട് മാർക്കറ്റ് നല്ലൊരു ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നൽകിയിരിക്കുകയാണ്. ഓക്കെ, 2 പ്രാവശ്യം ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. തിരിച്ച് മാർക്കറ്റ് കയറാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വോഡാഫോൺ ഐഡിയ എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് ഏകദേശം 80,000 കോടി രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിൽ നോക്കുന്ന സമയത്ത് അത്രയും കോടി രൂപയുടെ ഒരു ഓർഡേഴ്സ് മേ ബി ഇവിടെ ഫില്ല് ചെയ്തേക്കാം. അതും അല്ലെങ്കിൽ ഇത്രയും ഓർഡേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവലിലുള്ള ഓർഡേഴ്സ് ഫില്ല് ചെയ്തതാവാം. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് റീറ്റെയിൽ ട്രേഡേഴ്സിൻ്റെ സെൽ ഓർഡേഴ്സാണ് ഇവരുടെ ബൈ ഓർഡേഴ്സ്. സോ തീർച്ചയായിട്ടും ആ ഓർഡേഴ്സ് മൊത്തം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പറക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഇപ്പോൾ 12 രൂപ എന്നുള്ളത് ചിലപ്പോൾ 120 രൂപയിലേക്കൊക്കെ പോകാനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം 6 സ്റ്റോക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ചയിലേക്കുള്ള സ്റ്റോക്കുകളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ പുതിയൊരു കണ്ടൻറ്റുമായിട്ട് എത്താം. താങ്ക് യു.